ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ സോഷ്യൽ ഐലൻഡിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഫ്രീ ഫയർ കളിക്കുന്നവർ പകുതി പേർക്കും അറിയാം. സോഷ്യൽ ഐലൻഡിലാണ്. അപ്പം ഞാൻ എൻ്റെ കടയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾ പുതിയൊരു കട വാങ്ങിച്ചെന്നും പറഞ്ഞു. അന്നേരം എന്നെ ആ കടയിൽ കയറ്റാൻ വലിയ കടയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് ഞാൻ എൻ്റെ കട അങ്ങ് ഒരു ഹബീബിക്ക് വിറ്റു. ഹബീബി പിന്നെ വന്ന് എടുത്തോണ്ട് പോയിക്കോളും. നമുക്ക് അവൻ വരുന്നണം വരെ കാത്തു നിൽക്കാം. ഇവരെന്ത് നീ ആ സ്കേറ്റിംഗ് ബോർഡിൽ നിന്ന് ഇറങ്ങിയതോ? ഞാൻ എന്താ നിന്റെ പുറയിൽ നിൽക്കുന്നടാ പൊട്ട. എവിടെ നീ വന്നാ? ഞാൻ വന്നു. എന്താടാ കട? ഇതാ എന്താ ഇഷ്ടപ്പെട്ടില്ലേ? എടാ, ഇതാണോടാ നിന്റെ വലിയ കട? ഞാൻ എൻ്റെ കട വിറ്റടാ. നീ വലിയ കടയാന്നൊക്കെ പറഞ്ഞോണ്ട് എത്ര രൂപ വന്ന്? നിന്റെ കിഡ്നി വിറ്റെടുത്ത 2 കോടി. എന്താ ഒന്നും കൂടി പറഞ്ഞേ? 2 കോടി നിന്റെ കിഡ്നി വിറ്റെടുത്തതാ. അത് ശരി. ഇവിടെ വാട ചാത്താൻ്റെ മോനെ, നിന്നെ ഇന്ന് ഞാൻ അറുത്തെടുക്കോടാ. നിക്കടാ അവിടെ. ഇവനെ ഞാനിന്ന് അറുക്കും, കണ്ടോ? അറക്കാൻ 2 hours later. അപ്പോൾ അയ്യോ, ഇവനെ എന്തോന്നും വെച്ചാ നീ പടച്ചുവിട്ടത്. ഒരിടി കൊടുത്ത് അമ്മേ. ഇവനത് കരിനാക്ക് വിളിച്ച ആരുടെ ഈ ട്രെയിനൊക്കെ ഇവിടെ കൊണ്ടുവച്ചേ? നിന്റെ കുഞ്ഞുമ്മ. എൻ്റെ കുഞ്ഞുമ്മയെ? എനിക്ക് അതിന് കുഞ്ഞുമ്മ ഉണ്ടാ? അത് ശരി. എന്തായാലും അവിടെ നമുക്കിന്ന് ഈ കട വിറ്റ് ഞാൻ 2 കോടി ഞാനിങ്ങ് എടുക്കും, കണ്ടോ? അതിന് വിൽക്കാൻ പറ്റത്തില്ലല്ലോ, ഇതെന്റെ പേരിലാണല്ലോ. പേര് വേണമെങ്കിൽ ഇത് നീ മേടിക്കേണ്ട വരും. മതി. നമുക്ക് പാർക്കിലോട്ട് പോകാം. നീ കുറെ നേരമായി ചാത്താൻ്റെ കോഴിയൊക്കെ പറയുന്നു. നീ എന്തോ ചുറ്റിക്കാലം മേടിക്കാൻ പോന്നോ? അല്ലേ കാണുവാണെങ്കിൽ തലക്കടിച്ച് പൊട്ടിച്ച് വലുതാക്കാമല്ലോ. അതുകൊണ്ട് വാങ്ങിച്ച്. പെട്ടെന്ന് കയറി വാ. ഞാനെപ്പോഴേ വന്നു, ഞാൻ കയറുകയും ചെയ്തു. അയ്യോ, ഞാൻ കയറിയില്ലടാ. ഞാൻ അടുത്ത വണ്ടി കയറാം. നീ അടുത്തതിൽ കയറും. ഞാൻ കയറി. എടാ, ഈ പാർക്ക് ഓണർ ആരാടാ? കൊച്ചാപ്പ. എടാ, എൻ്റെ അല്ല, എൻ്റെ കൊച്ചാപ്പ. ഇറങ്ങടാ. ഇപ്പൊ ഇറങ്ങാം. ഞാൻ ഇറങ്ങി. നിന്റെ പുറകിൽ തന്നെ ഉണ്ട്. നീ അങ്ങോട്ട് ഇറങ്ങിയേക്ക്. പക്ഷെ നിന്നെ എനിക്ക് കാണാനല്ല അതിനകത്തിരിക്കുന്നേ. പുറകണ്ട. ഞാനിപ്പോ താഴോട്ട് ചാടി. ഞാനോട് മേടിക്കട്ടെ. വാങ്ങിച്ചോ. എടാ, പെട്ടെന്ന്. ഞാൻ നിന്റെ തലമണ്ടയിൽ ഞാൻ പൊട്ടിക്കും, കണ്ടാ? പിന്നെ ഇങ്ങി വാ. അയ്യോ, എന്റെ തല നീ വലുതാക്കിയോടാ. ആക്കിയടാ. വല ഇവനെ പോടാ. പോത്തിന്റെ തലേ ഗൈസ്. എൻ്റെ തല ഇത്രയും വലുതാക്കി കളഞ്ഞു വൃത്തിയേട്ടാ. ഞാൻ ഓടിയില്ലോ. എന്നാ നീ ഓട്. എടാ, പിന്നെ ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഇന്ന് റേസ് അല്ലേ? അത് തന്നെ. അതും സമ്മാനം എത്ര രൂപ നീ കേട്ടോ? 2 കോടിയും പോട്ടാ 4 കോടി. അതാ, എനിക്കതിനകത്ത് 2 കോടി കാരണം. കാര്യം ഇല്ല, തരൂല്ല. നീ എൻ്റെ കിഡ്നി വിറ്റതാ. ആ കിഡ്നിയൊക്കെ നാളെ തരാൻ സൗകര്യമില്ല. പക്ഷെ ഞാനായിരുന്നു എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് നീ സൗകര്യപ്പെടണം. 10-20 തരും. അതുകൊണ്ട് അങ്ങോട്ട് മാറിയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നിന്റെ കൊച്ചാപ്പാടം ഓനല്ലേ ഞാൻ. അതാ പറഞ്ഞു. അയ്യോ, കാര്യമായിപ്പോയി. എന്തായാലും റേസിൽ പോയി. ഇപ്പം അടിയിടാനുള്ള സമയമില്ല. ബൈ. ഞാൻ മോൺസ്റ്ററൊക്കെ എടുക്കും കേട്ടോ. ഞാൻ ബൈക്കേല. അയ്യോ, എൻ്റെ വണ്ടിയുടെ മണ്ടയ്ക്ക് കയറണം അന്നികൾ. എൻ്റെ പൊന്നെ. ഞാനെങ്ങനെ ഇറങ്ങി? ഞാനും ഇറങ്ങി. ഞാൻ പോട്ടിനി. മാറല്ലാണോ? പറഞ്ഞപ്പോഴേ മാറി തന്നില്ലല്ലോ. തന്നാ? ഞാൻ തോക്കുമല്ലോ. ഞാൻ ജയിച്ചേ. എടാ, ഇവനെ എന്ന് ഞാൻ പെട്ടെന്ന് ആട്ടോ പേരിച്ചിടാം. ഇതപ്പോൾ വളയ്ക്കുക മാത്രം ചെയ്താൽ മതി. ഞാനാണ്
ഞാൻ തന്നെ ജയിക്കും. ഞാനേ ജയിക്കും. ഇല്ല, ഞാൻ ജയിക്കും. 2 hours later. മതി. വേണ്ട, നോക്കിരുന്നു ഞാൻ ജയിച്ചടാ എപ്പോഴേ പൊട്ടാ. എന്തായാലും വാ, നമുക്ക് ബെന്നിയെ എടുത്തോട്ട് പോകും. ബെന്നിയുടെ അടുത്ത് ഞാൻ ഒരു കാറോ ജീപ്പോ എല്ലാം എടുത്ത് വെച്ചേക്കണേന്ന് പറഞ്ഞായിരുന്നു. കാശൊക്കെ ഞാൻ മുമ്പേ കൊടുത്ത്. നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഊറ്റാൻ പറ്റത്തില്ല. നിന്റെ അക്കൗണ്ടാ എൻ്റെ അക്കൗണ്ട്? അല്ല, നിന്റെ സെക്കൻഡ് അക്കൗണ്ട്. സെക്കൻഡ് അക്കൗണ്ടിൽ അതൊക്കെ ഞാൻ വിറ്റ്. അന്നേരം ആ വിറ്റ് പോയ ആളുടെ കയ്യിൽ നിന്ന് എന്തായാലും ഞാൻ ഊറ്റിയിട്ടുണ്ട്. എടാ, നീ കയറിയേ? കയറുക. ബെന്നി മോഡിഫിക്കേഷൻ സീനാണല്ലോ. ബെന്നി മൊക്കമായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും വീട്ടിലോട്ട് പോവാം. അടാ, എൻ്റെ ഫോൺ ഒരു കടന്നടിക്കുന്നത്. നീ അതാരാന്ന് എടുത്ത് നോക്കിയേ. എടാ, ആരുടെ ഇത്? ഹലോ, എടാ, വിളിക്കാം ഞാൻ അങ്ങോട്ട്. എടാ, നീ കേട്ടോ? ഇല്ല, പറ. എടാ, നീ ഇല്ല കട വാങ്ങിച്ച ആ പുള്ളി മരിച്ചാ? എന്നാ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വിടുവാണ് ഗൈസ്. അല്ല, നിനക്കെങ്ങനെ മനസ്സിലായത്? നീ പറയാൻ ഞാൻ വന്നപ്പോഴേ മനസ്സിലായി. കടയിൽ നിന്ന് അങ്ങേര് പറഞ്ഞായിരുന്നു അങ്ങേരെ ഇല്ലെങ്കിൽ മാഫിയെ കൊല്ലുമെന്ന്. പിന്നെ അങ്ങേര് പറയുന്നത് 2.5 വേണമെന്ന്. നീ നമുക്ക് പെട്ടെന്ന് വണ്ടി കൊണ്ട് ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ട് ഇടിച്ചങ്ങ് നിർത്താം. അവിടുന്ന് വല്ല ബൈക്ക് കിട്ടുവാണെങ്കിൽ അത് എടുത്തോണ്ട് പോകാം. ശരിയാ, പക്ഷെ എൻ്റെ 2 കോടി രൂപ ഇതിനകത്ത് പോയല്ലോ. എന്തായാലും വാ. അവിടെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ബൈക്ക് കിടപ്പുണ്ട്, നമുക്ക് എടുക്കാം ഏതായാലും. അതാ ഒത്തിരി ബൈക്ക് കിടപ്പുണ്ട്. നീ ബൈക്ക് എടുത്തുണ്ടോ? ഞാൻ എന്തായാലും അപ്പുറത്തോട്ട് ചാടാൻ പറ്റുമോ? ചാടാൻ പറ്റുന്നില്ലല്ലോ. കേറാം. എടാ, വണ്ടി ചാടിക്കാൻ നോക്കേ. വണ്ടി ചാടിക്ക്. ചാടിക്കട. ഞാൻ ഇറങ്ങി ചാടുവോ? ചാട്, ഭയങ്കര ഷോയാണെങ്കിൽ ഇറങ്ങി ചാടും. ഞാൻ ഇറങ്ങി ചാടും. ഞാൻ ചാടി. എടാ, ഞാൻ ചാടിയില്ല. ഞാനിപ്പോ എത്തും. ഇയാള് പറഞ്ഞല്ലേ ഞാൻ വലിയ ഇതാന്ന്. ഞാൻ ചാടിയല്ലേ. ഞാൻ എന്താ ഇപ്പൊ വരും. ഇപ്പം ഞാൻ എന്താ ഓടിയല്ലോ. വാടാ, ഓടറാ. എടാ, നമുക്ക് എൻ്റെ കടയിൽ പോയി. എൻ്റെ കടയുടെ പുറകെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. ബാ, അവിടെ പോയി ഇരിക്കാം. കോമ്പൗണ്ട്. എടാ, അതല്ല നമ്മുടെ ബെന്നിയുടെ സോറി, ആ കടക്കാരൻ്റെ കാര്യം. നമ്മൾ ആ മരിപ്പിനെ പോയില്ലല്ലോ. അങ്ങേരുടെ വീട് ഇവിടെ ദുബായില്ല. അത് ശരി. ബർമൂടെ കൊണ്ടുവരും. നമുക്ക് അതിനുള്ള പൈസ ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാമല്ലേ. നീ അപ്പോൾ ഫോൺ വഴിയാണോ വാങ്ങിച്ചേ? എന്തായാലും ഞാനേ അപ്പുറം വരുന്നു പോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അന്നേരം അതേപോലെ ആരും മറക്കരുത് ഐഹാം ബ്ലോഗർ എന്ന ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.